ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വി മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള SIT അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. പത്തനംതിട്ട റാന്നി കോടതിയാണ് ഈ അപേക്ഷ പരിഗണിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെയും ഒപ്പം തന്നെ ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷ ഇന്ന് റാന്നി കോടതി പരിഗണിക്കും. 11 മണിയോടുകൂടി തന്നെ കോടതി ചേരുന്ന ഘട്ടത്തിൽ ആദ്യ കേസായി ഇതെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. മുരാരി ബാബു 14-ാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. സുധീഷ് കുമാറും സമാനമായ രീതിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരു ചോദ്യം ചെയ്യൽ നടത്തണമെന്നാണ് SIT സംഘത്തിന്റെ തീരുമാനം. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്, ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായി ഈ കേസിന്റെ പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ SIT ആവശ്യപ്പെട്ട ഘട്ടത്തിലൊക്കെ തന്നെ റാന്നി കോടതി അവർക്ക് കസ്റ്റഡി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ കോടതി ചേരുന്ന ഘട്ടത്തിൽ ഈ കസ്റ്റഡി അപേക്ഷ, SITയുടെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. ഇരുവരെയും നേരിട്ട് കോടതിയിൽ ഹാജരാക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഈ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കാനുള്ള സാധ്യത SIT സംഘം കോടതിയുമായി ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ വ്യക്തതയുണ്ടാകും. ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയും ഇന്ന് റാന്നി കോടതിയിൽ വരുന്നുണ്ട്. പ്രതിഭാഗം മുരാരി ബാബുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ SIT കസ്റ്റഡി ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിലൊരു ജാമ്യം നൽകാനുള്ള സാധ്യത കുറവാണ്. ജാമ്യാപേക്ഷ തള്ളും. മേൽക്കോടതി സമീപിക്കാനുള്ള ഒരു നിർദ്ദേശമായിരിക്കും സ്വാഭാവികമായും കോടതി നൽകാൻ സാധിക്കുക. എന്തായാലും 11 മണിയോട് കോടതി ചേരുന്ന ഘട്ടത്തിൽ അറിയാം മുരാരി ബാബുവും സുധീഷ് കുമാറും SIT കസ്റ്റഡിയിൽ പോകുമോ, എത്ര ദിവസമായിരിക്കും കസ്റ്റഡി, ഒപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ എന്ത് തീരുമാനമാണ് കോടതി എടുക്കുക എന്നൊക്കെ തന്നെ ഇന്ന് അറിയാൻ സാധിക്കും.